തമിഴിൽ രജനീകാന്തിനെ മാറ്റി നിർത്തിയിട്ട് ഒരു സിനിമ ചിന്തിക്കാൻ പറ്റത്തില്ല. മമ്മൂക്ക ലാലേട്ടനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു സിനിമ സങ്കല്പിക്കാൻ പറ്റത്തില്ല. പ്രേക്ഷകര് അക്സെപ്റ്റും ചെയ്യില്ല. അപ്പൊരിക്കലും നമ്മൾ തിയേറ്ററുകാരും പ്രതീക്ഷിക്കാത്ത സിനിമ അത്രയും ഭയങ്കര സൂപ്പർ കളക്ഷന് പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. വാഴ എന്നൊക്കെ പറഞ്ഞ പടം ഇത് പല തിയേറ്ററുകാരും എന്നോട് സംസാരിച്ചതാ. ഒരു വ്യവസായത്തെ തകർക്കുക എന്നുള്ളത് ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ആണോ? എന്താ അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത്? ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാത്ത, സിനിമ സെറ്റിൽ വരാത്ത എത്രയോ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഇവിടെ ഇട്ടടിച്ചു പോകുന്നുണ്ട്. മലയാള സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ അനുഗ്രഹീതനായ കലാകാരൻ ബൈജു എഴുപിന്ന, അദ്ദേഹമാണിന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പൊതുവെ താരങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് അങ്ങേക്കുള്ളത് അല്ലേ? സിനിമയുടെ എല്ലാ സംഘടനകളും തീർച്ചയായിട്ടും അംഗമാണ്. അതെ. നടനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, തിയേറ്റർ ഉടമയാണ്. അങ്ങനെ ഒട്ടേറെ സൗഭാഗ്യം. ഒരു സിനിമയിലെ പാട്ടോടി പ്ലേ ബാക്ക് സിംഗറായി, പിന്നണി ഗായകനുമായി. അതൊരു വലിയ ഭാഗ്യം. ഒരു ശരിക്കും ഒരു സ്ക്രീനിൽ എവിടെയെങ്കിലൊക്കെ കാണണം, സ്വന്തം തിയേറ്ററായ രേഖയില് കാണുക, ഒരു ഫ്രെയിമിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലൊരു തിയേറ്റർ വലിയ ഫ്രെയിമിൽ കാണുന്നല്ലേ? അതെ. അപ്പൊ അതിൽ നിന്ന് ഇവിടത്തോളം എത്തിച്ചത് എന്റെ ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പൊ 36 വർഷമായി ഇപ്പൊ ഇൻഡസ്ട്രിയില്. 4 ഭാഷകളിൽ സിനിമ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു വർഷം പോലും സിനിമ ഇല്ലാതെ ഇരുന്നിട്ടില്ല. അത് വലിയ ഭാഗ്യമാണ്. കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പൊ ഇപ്പോഴും അപ്പോഴും നമുക്ക് ഒരേപോലെ. പക്ഷെ ഇപ്പോഴാണ് ഒരു റൈറ്റ് ടൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അത്യാവശ്യം എല്ലാ സിനിമകളിലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ മമ്മൂക്കയുടെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടുണ്ട്. ഇപ്പോഴായിട്ടല്ല, നേരത്തെ ഉണ്ട്. ഇപ്പൊ വിശേഷം സിനിമയാണ് ഏറ്റവും പുതിയതായിട്ട്. തീർച്ചയായിട്ടും വിശേഷം ഇപ്പോ ഇന്ത്യയിലെ ടോപ്പ് 10 മൂവീസില് പ്രൈമിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്റർ അത്യാവശ്യം നന്നായിട്ട് ഏകദേശം 4 വീക്സ് കളിച്ചു. വിശേഷമാണ് ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ ക്യാരക്ടറുകളാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഫസ്റ്റ് എൻഡ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ റോൾ ചെയ്തത് വിശേഷമാണ്, സുരജ് ടോമിന്റെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രേക്ഷകരെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മളൊരാളായിട്ട് ഫീൽ ചെയ്യുന്ന കഥാപാത്രമാണ് അല്ലേ? തീർച്ചയായിട്ടും. സൂര്യജനത്ത് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതായത് ബൈജു ഏട്ടൻ നമ്മുടെ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്, നടനായിരുന്നു. അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ മലയാള സിനിമ ഉപയോഗിച്ചില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ശരിയാണ്, അങ്ങനെ ഉപയോഗിച്ചില്ല തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ള, ഞാനിതൊക്കെ ഒരു സമയത്തിലും നമ്മുടെ കറക്റ്റ് റൈറ്റ് ടൈം ആകുമ്പോൾ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോ ഞാൻ ഈ സുന്ദരപുരുഷൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപിനെ വെച്ചിട്ട് അപ്പൊ ഞാൻ ഒരു പ്രൊഡ്യൂസറായിട്ട് മാത്രമേ നിന്നുള്ളൂ. അതിലൊരു ഷോർട്ട് ബില്ലും ഞാൻ അഭിനയിച്ചില്ല. ജോസ് തോമസും ഉദയനൊക്കെ അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് പോലും ഞാൻ വേണ്ട നിർമ്മാതാവായിട്ട് മാത്രം നിന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പൊ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ ഡയറക്ടറിന്റെ പേര് പറഞ്ഞു, വലിയൊരു ഡയറക്ടർ, ഒരുപാട് 8 സിനിമകൾ ചെയ്ത ഡയറക്ടറാണ്. എന്നോട് പറഞ്ഞു ഉദയന്റെ തന്നെ ഒരു സ്ക്രിപ്റ്റില് ലീഡ് റോള്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് സുന്ദരപുരുഷൻ. മുമ്പ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന സിനിമയാണ്. പക്ഷേ അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു റൈറ്റ് ടൈം ആയിട്ടില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ലീഡ് പരിപാടി ചെയ്താൽ ചിലപ്പോൾ അന്ന് ചെയ്തിരുന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഓഡിയൻസ്. പിന്നെ അന്ന് ഞാൻ അഭിനയമൊക്കെ പഠിച്ചു വരുന്ന സമയമാണ്. എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അന്ന് പിന്നെ നമ്മൾ സ്ഥിരം ടൈപ്പ് ഓഫ് ഗുണ്ട വില്ലൻ ഒക്കെ ചെയ്യുമ്പോൾ അന്നത്തെ ഒരു അഭിനയത്തിന്റെ രീതികളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഒരാൾ പറഞ്ഞു തരാനോ അങ്ങനെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ വേറൊരു ക്യാരക്ടറിലോട്ട് ചെയ്യാനോ ഒന്നും അന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ചോദിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ ചെന്നിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, മൈന്യൂട്ട് നോട്ടങ്ങൾ പോലും, ഞാൻ ഒരു സീനേ ഉള്ളെങ്കിൽ പോലും അങ്ങനെയുള്ള സിനിമകൾ ഇന്ന് അതുപോലെ ട്രാഫിക് എന്നൊക്കെ രാജേഷ് പിള്ളയുടെ ഒക്കെ. അപ്പോ ഇന്ന് ഇപ്പൊ അഭിനയം അല്ലല്ലോ, നമ്മള് ജീവിക്കുകയാണ്. അപ്പോ അതിന്റെയൊക്കെ ഒരു ഇത് കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഏറ്റവും അതുല്യനായ ഒരു കലാകാരൻ രാജൻ പി സാറിന്റെ കൈവഴി, അദ്ദേഹം വഴിയാണല്ലോ സിനിമയിലേക്കുള്ളൊരു. അതെ, ഞാൻ പക്ഷെ അദ്ദേഹം വഴിയല്ല സിനിമയിൽ വന്നിട്ടുള്ളത്.
അങ്കിളിന് ശരിക്കും ഞാൻ സിനിമയിൽ വരണതിൽ എതിർപ്പ് തന്നെയായിരുന്നു. സിനിമ കാര്യം ബിസിനസ്, ഒരു ഫാമിലി. അപ്പൊ ഒരിക്കലും സിനിമയിലേക്ക് മൂത്ത മകൻ, പഠിത്തമൊക്കെ പ്രശ്നമാണ്. പഠിക്കുന്ന ആളായിരുന്നു, തിയേറ്റർ വന്ന മുതലേ. പിന്നെ അങ്ങനെ അപ്പോ സിനിമയിലേക്ക് നീ വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ ബിസിനസ് മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഉള്ളിൽ ഇഷ്ടം ഉണ്ടാവാം. പുള്ളിയെ സംബന്ധിച്ചതുപോലെ പുള്ളിയും ഒരു വലിയ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. പുള്ളിക്കാരൻ വലിയൊരു കുടുംബത്തിലെ, പക്ഷെ ജയദേവ് എന്ന് പറഞ്ഞ മഹാനായ നടന്റെ മകനാണ്. പക്ഷെ അങ്കിൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒരുപാട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ടാന്നൊക്കെ. അതിനുശേഷം പിന്നെ കാട്ടുകുതിര വന്നു, സിനിമ വന്നു, ഇന്ദ്രജാലം. അതിനു മുമ്പൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മടിയ കുട്ടിച്ചാത്താനിൽ വരെ അങ്കിളുണ്ട്. അപ്പോൾ നീ എന്തായാലും അത് വേണ്ട, നീ അഭിനയം വേണ്ട, ഒന്നും വേണ്ട, നീ അപ്പൻ്റെ കൂടെ പോയിട്ട് ബിസിനസ് ചെയ്യും. അപ്പൊ അങ്കിളുടെ ഭാഗത്തുനിന്ന് പല സിനിമകൾക്ക് ചോദിച്ചു വരുന്ന ഇത് അങ്കിൾ അറിഞ്ഞ അത് വിളിക്കണ്ടോ, അതൊരു ഇഷ്ടക്കുറവുണ്ടല്ല. അപ്പൊ ഞാൻ അതിന് മുമ്പ് അങ്കിൾ അറിയാണ്ട് തന്നെ ധനുർവേദം എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ ആദ്യ സിനിമ, ആലപ്പി രംഗനാഥിന്റെ. അപ്പൊ സാറിന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോയി കണ്ടു. അതിലാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. ഗണേശൻ നായകൻ, നമ്മുടെ ഹരിപ്പാടാണ് അത്. സിനിമ പുറത്തു വന്നില്ലെന്നല്ലേ? ആ പടം പാതി വെച്ചിട്ട് നിന്നുപോയി. അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് 4 ദിവസം ഒറ്റപ്പാലത്ത് ഇവിടെ ഹരിപ്പാട് നിന്ന് അഭിനയിക്കുന്നത്. അവിടെ സ്റ്റഡി ടൂറിന് പോയിരിക്കാണല്ലോ, 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ അഭിനയിച്ച സിനിമയാണ്. അതിനുശേഷം പിന്നെ ഇരിക്കും എം ഡി അകത്തുണ്ടെന്നുള്ള സിനിമ, അതാണ് ഫസ്റ്റ് വിശ്വംഭര ശാന്ത റിലീസായത്. പിന്നെ അങ്കിളിന് മനസ്സിലായി ഇനി ഇവനെ അങ്ങനെ പിന്തിരിപ്പിച്ചാൽ കാര്യമില്ല. പിന്നെ അങ്കിളിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടായി. അങ്കിളുടെ സംവിധാനം ചെയ്ത സിനിമകള്, അല്ലാത്ത സിനിമകൾക്ക് കുഴപ്പമില്ല. അങ്ങനെ പിന്നീട് ഒരു ധാരാളം സിനിമകൾ 129 സിനിമകൾ അഭിനയിച്ചു. 300+ ആയി. ഇപ്പൊ 350 ആയിട്ടുണ്ടാവും ഇപ്പൊ സിനിമ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 4 ഭാഷകളിലും അഭിനയിക്കാൻ പറ്റും. അതെ, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ. ഹിന്ദിയിലും ഒരു സിനിമ അഭിനയിച്ചു, അലർട്ട് എന്ന് പറഞ്ഞിട്ട്, സഞ്ജീതത്തിന്റെ ഒരു സിനിമ. ആ സിനിമ ഒരു പാതിയിൽ നിൽക്കുവാണ്. ആ സമയത്താണ് പുള്ളി ആ ഒരു കോടതിയിലെ വിഷയം വന്ന്, അതെ, കേസും കാര്യങ്ങളായിട്ടൊക്കെ വന്ന് ആ സമയത്താണ്. ഇപ്പോ ഞാൻ ഹാപ്പിയാണ്. 2 തരത്തിലാണ്. ഒന്ന്, കഥാപാത്രങ്ങൾ നല്ല വരുന്നുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഏത് കഥാപാത്രങ്ങൾ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആദ്യമേ ഉണ്ടെങ്കിൽ പോലും അതാ ഞാൻ പറഞ്ഞു, എല്ലാത്തിനും ഓരോരോ റൈറ്റ് ടൈം ഉണ്ട്. സിനിമ ആവട്ടെ, ബിസിനസ് ആവട്ടെ, എന്താവട്ടെ. അപ്പൊ ആ ഒരു റൈറ്റ് ടൈമിലൂടെയാണ് പോകുന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. അത് നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ ആണെങ്കിലും അവരൊരു സ്നേഹം, ഒരു ചേർത്ത് പിടിക്കലുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് വേണ്ടത് അതാ, പ്രേക്ഷകരെ ചേർത്ത് പിടിക്കുക, അവിടെ കാണുമ്പോൾ. ഞാനിപ്പോ എപ്പോഴും അതിപ്പോ മകളുടെ കല്യാണത്തിനൊക്കെ ശേഷം ഒരുപാട് വീഡിയോസും കാര്യം നമ്മൾ കൂടുതലായിട്ട് ആൾക്കാര് അറിഞ്ഞ് ഇങ്ങനെ അത് ഒരു ഫാമിലിയിൽ ഒരാളാക്കി മാറ്റി. വിശേഷ സിനിമ അങ്ങനെ തന്നെയാണ്. വിശേഷം അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടും ചുറ്റുവട്ടത്തുള്ള അയൽവാസിയായിട്ട് ഫീൽ ചെയ്യും. ഒരു കഥാപാത്രമായിട്ടോ നടനായിട്ടോ തോന്നാതെ നമ്മളൊരാളാണ്. ആ സിനിമയുടെ പ്രമേയം അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും നമ്മളൊക്കെ നിത്യേന അഭിമുഖീകരിക്കുന്ന വിഷയമാണ് ആ സിനിമയിൽ കാണിച്ചേക്കുന്നത്. ഒരു ആക്ടറെ സംബന്ധിച്ച് വേണ്ടത് അതാ. എല്ലാ പ്രേക്ഷകരും അല്ലെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങളും, പ്രേക്ഷകർ വിടുക, കുടുംബത്തിലൊരു അംഗമാക്കി ചേർത്ത് പിടിച്ചാ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതൊരു നല്ല സൈനായിട്ട് കാണുന്നു. നല്ല പ്രോജക്റ്റുകൾ വരുന്നു. ഇപ്പോ പടക്കുതിരയാണ് ഇപ്പോ കറണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സൈമൺ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അജു വർഗീസ്, സുരാജ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. സലൂൺ സൈമൺ, പുള്ളി ശങ്കറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. പുള്ളി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. നല്ല കഥാപാത്രമാണ് അതിനകത്ത്. ഈ ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഭാഷ, രൂപഭാവങ്ങളായിരുന്നു ഒരു വില്ലനായിട്ടൊക്കെ മാറ്റി നിർത്തിയത്. അല്ല, അന്നൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയിൽ ശരീരഭാഷ ആവാം. പിന്നെ നമ്മളൊരു ടൈപ്പ് കുറെ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ഇനി അങ്ങനെ തന്നെ ആവാം എന്നുള്ള, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ മാറ്റി നിർത്തിയതും മാറിപ്പോയതും. ഞാൻ പക്ഷെ എനിക്ക് അതിലൊരു സങ്കടമില്ല. ഇപ്പൊ ഹാപ്പിയാണ്. നന്നായിട്ട് ശോഭിച്ചു പോയല്ലോ. ഗുണ്ടയായിട്ടാണെങ്കിൽ ഗുണ്ടയായിട്ടാണെങ്കിൽ 2 രീതിയിലുണ്ട്. ഈ ഗുണ്ടകളെ പല ആൾക്കാരെയും കുടുംബത്തിലെ വില്ലൻ കഥാപാത്രങ്ങളെ ചെയ്യുന്നവരെയൊക്കെ അന്നും നമ്മളെ എന്തുകൊണ്ടോ അന്നും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതെ. അപ്പൊ അതുകൊണ്ട്
പിന്നെ ഞാൻ ബാക്കിലേക്ക് നമ്മൾ എങ്ങനെ നോക്കി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, നീ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ 100% നമ്മള് ആത്മാർത്ഥമായിട്ട് ഒരു സിനിമയെ കിട്ടിയാൽ അതിൽ ഹോംവർക്ക് ചെയ്യണം, അത്രയും മാത്രം ഇത് ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം ഇന്നിപ്പോ വെറുതെ റോഡിൽ കൂടെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ ചെയ്താ ചിലപ്പോ ഉദ്ദേശിക്കുന്നതിനെ കാര്യം ദൈവം അങ്ങനെ, അത് കുട്ടികളുടെ തന്നെ ഇപ്പോ ഈ ഓരോ സിംഗർമാർ പിള്ളേരെ തന്നെ കണ്ടാൽ എത്രയോ ദാസേട്ടനൊക്കെ അന്ന് നമ്മൾ കുറച്ചുള്ളൂ, ഇന്ന് എല്ലാ പിള്ളേർക്കും കഴിവ് കൊടുത്തിരിക്കുക. ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാത്ത, സിനിമ സെറ്റിൽ വരാത്ത എത്രയോ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഇവിടെ ഹിറ്റടിച്ചു പോകുന്നുണ്ട്. സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ആരെയും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റി നിർത്താൻ പറ്റത്തില്ലാത്തൊരു സമയമാണ്. ആരാണ് എപ്പോഴാണ് വന്ന് ഹിറ്റടിച്ചിട്ട് പോകണേ എന്നുള്ളതാണ്. പിന്നെ തിയേറ്ററുകളാണെങ്കിലും ഇപ്പോൾ സിനിമകൾ ഇപ്പോൾ ഈ ഓണം ഇറങ്ങിയ പടങ്ങളിലൊക്കെ അല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സിനിമകൾ കയറി. ആസിഫിന്റെ പടം വമ്പൻ ഹിറ്റായിട്ട് പോകുന്നത്, ഒരു പുതുമയുള്ള സബ്ജക്റ്റ്, ഭയങ്കര ഫ്രഷാണ് ആ സിനിമ. അപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ച പല സാധനങ്ങളും താഴെ പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത താരങ്ങളുടെ പടങ്ങൾ പോലും പരാജയപ്പെടുന്നുണ്ട്. താരരാജാക്കന്മാരെന്ന് പറയുന്ന ചിത്രങ്ങൾ പോലും പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും ചെറിയ സിനിമകളും ഒക്കെ ധാരാളം വരുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അതില് ഈ പറയുന്ന ഈ ചെറിയ സിനിമകളും വലിയ സിനിമകളാണെങ്കിലും താരരാജാക്കന്മാരെയും സിനിമകള് വരുന്നത് കൊണ്ടും അവർ നിൽക്കുന്നത് കൊണ്ടുമാണ് ഈ ചെറിയ സിനിമകളും അതോടൊപ്പം തന്നെ പോകുന്നത്. അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു സിനിമ, ഇപ്പോ തമിഴില് രജനീകാന്തിനെ മാറ്റി നിർത്തിയിട്ട് ഒരു സിനിമ ചിന്തിക്കാൻ പറ്റത്തില്ല. മമ്മൂക്ക ലാലേട്ടനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു സിനിമ സങ്കല്പിക്കാൻ പറ്റത്തില്ല. പ്രേക്ഷകര് അക്സെപ്റ്റും ചെയ്യില്ല. അപ്പൊ അവരോടൊപ്പം തന്നെ ചെറിയ സിനിമകളും ഒരേപോലെ കാണുന്നു. അതൊരു പുതിയ മാറ്റമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ KQ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തതിൽ ഹീറോ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നണ KQ ഇപ്പോഴായിരുന്നെങ്കിൽ 100% അത് വലിയ രീതിയിലേക്ക് പോകാൻ. എൻ്റെ ടൈം കറക്റ്റ് അല്ലായിരുന്നു 10 വർഷം മുമ്പ്. അങ്ങനെ ചെറിയ സിനിമകൾ പൊക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു പുതിയൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ പുതിയ ആളല്ല, പഴയ ആളാണെങ്കിലും ഒരു ലീഡ് ഹീറോ ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നില്ല. ഇപ്പോ റൈറ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു സമയം കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ റൈറ്റ് ടൈമാണ്. ആ പടം വീണ്ടും ഒന്ന് കൊണ്ടുവരുന്ന ആലോചിക്കാൻ പാടില്ലേ? അത് ചില സിനിമയെ സംബന്ധിച്ച് നമ്മൾ വൺസ് വന്നു പോയ സിനിമകൾ, ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മണിച്ചിത്രത്താഴ് നമ്മൾ രണ്ടാമത് റിലീസ് ചെയ്തു. പിന്നെ സിബി മലയിൽ സാറിന്റെ പടം റിലീസ് ചെയ്തു. ദേവദൂതൻ ചെയ്തു. വിജയുടെ ഗല്ലി അടക്കം ചെയ്തു. തിയേറ്റർ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അത് വലിയൊരു പ്രേക്ഷകരോ അഗൈൻ വന്ന് കാണുകയോ ഒന്നും ഉണ്ടായില്ല. സ്പടികം ചെയ്തു, എന്തോ ഭയങ്കര ഹിറ്റായിട്ട് പോയതാണ്. തിയേറ്ററുകൾ നല്ല വിജയമായിരുന്നു ആ സിനിമകൾ, രണ്ടാമത് വന്ന ചിത്രങ്ങളെല്ലാം. തിയേറ്ററുകള് എനിക്ക് വിജയമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. വിജയമായിരുന്നില്ല. കളക്ഷൻ ബേസ് വിജയമായിരുന്നില്ല. കുറച്ച് കാര്യം അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ അതിന്റെ ഓരോ സീനുകളും എല്ലാവരും മനസ്സിൽ കിടക്കണം. വീണ്ടും തിയേറ്ററിൽ വന്ന് അത് കാണാനായിട്ടുള്ള ഒരു ഓഡിയൻസ് എത്തിയിട്ടുണ്ടായില്ല. നമ്മൾ കളിച്ചു, ഈ പറയുന്ന എല്ലാ സിനിമകളും നമ്മുടെ തിയേറ്ററിൽ കളിച്ചു. പക്ഷെ ഒരു 2-3 ദിവസം കൊണ്ട് മാറിപ്പോയി. അതാണ്. അത്തരം സിനിമ സാധ്യത ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാവും. ഞാൻ ഇതുപോലെ പണ്ട് ഒരു 10-15 വർഷം മുമ്പാന്ന് തോന്നുന്നു, അന്ന് ജയന്റെ ഒരു സിനിമ ഇതുപോലെ റിലീസ് ചെയ്തു. അന്ന് ആ തിയേറ്റർ ഭയങ്കര, ഓൾ കേരള ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം ജയൻ കാണിക്കുന്ന ഇതിനൊക്കെ സീരിയസ് കാര്യങ്ങൾ പോലും പിള്ളേരത് എൻജോയ് ചെയ്ത് ക്ലാപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഭയങ്കര ഒരു വിജയമായിരുന്നു ആ ജയന്റെ സിനിമ. ഈ പറയുന്ന ഇപ്പോഴത്തെ സിനിമകള് അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ കറണ്ട് വന്നത് വലിയ കളക്ഷൻ എടുത്തില്ല. പക്ഷെ എന്നാൽ ഭയങ്കര പൈസ എല്ലാം മുടക്കിയിട്ടാണ് അഗെയിൻ അതിന്റെ എല്ലാം ഉപയോഗിച്ചിട്ടാണ് അത്. പക്ഷെ ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല, ഒരു സാമ്പത്തിക വിജയം ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്റെ തിയേറ്ററിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റു തിയേറ്ററുകളിൽ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. നമ്മുടെ സാനിയയിലെ വലിയ രീതിയിലേക്ക് കളക്ഷൻ ഉണ്ടായില്ല. ഇനി അത്ര സിനിമകൾ വരികയാണെങ്കിൽ നമ്മുടെ തിയേറ്റർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെയുള്ള സിനിമകൾ വന്ന് നമ്മൾ ബന്ധങ്ങളുടെ പുറത്ത് നമ്മൾ കളിക്കും. ഉറപ്പായിട്ട് ഇതൊക്കെ ബന്ധങ്ങളുടെ പുറത്ത് തന്നെയാണല്ലോ കളിക്കുന്നത്. അപ്പോ അത് സിയാദിക്കയുടെ ഒരു പടമായിരുന്നു ദേവദൂതൻ. അപ്പൊ നമ്മൾ ബന്ധത്തിന്റെ പുറത്ത് കളിച്ചു. ഫാസിൽ സാറിന്റെ പടം ഞാനും
ഫസിൽ സാറും തമ്മിൽ അത്രയും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് തിയേറ്ററിൽ അത് വെച്ചു. പിന്നെ മണിച്ചിത്രത്താഴ്, പക്ഷെ ഓഡിയൻസ് എന്തോ വന്നില്ല. സാമ്പത്തികത്തിന്റെ കൂടെ ഒരു പ്രോബ്ലം. മാണിക്കൊക്കെ വരാൻ പോകുന്നുണ്ട്. പലരി മാണിക്കൊക്കെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമകൾ അത്രയും കളക്ഷൻ എടുത്തില്ല എങ്കിൽ പോലും ചിലപ്പോൾ പാലേരി മാണിക്യം വന്നാൽ അല്ലെങ്കിൽ ലക്ഷോർ വൈ വേറെ പടം വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകരെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ പോയി കണ്ടേക്കാം എന്ന് കരുതി അങ്ങ് വന്നാൽ അങ്ങ് കയറിപ്പോകും. ശരിക്കും തിയേറ്ററിന്റെ ഒരു മാനസികാവസ്ഥയിലെ തിയേറ്റർ ഉടമ എന്ന രീതിയിൽ ഈ പ്രേക്ഷകരുടെ മനസ്സൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, അല്ലെ ഏത് സിനിമകൾക്കാണ് വിജയം കാണാൻ സാധിക്കും? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വാഴ പോലുള്ള ഒരിക്കലും നമ്മൾ തിയേറ്ററുകാരും പ്രതീക്ഷിക്കാത്ത സിനിമ അത്രയും ഭയങ്കര സൂപ്പർ കളക്ഷന് പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. വാഴ എന്നൊക്കെ പറഞ്ഞ പടം ഇത് പല തിയേറ്ററുകാരും എന്നോട് സംസാരിച്ചതാ. കളിച്ചു, പക്ഷെ കളക്ഷൻ കയറി വന്നു. ഇപ്പൊ നമ്മൾ ഓണത്തിന്റെ പടം തന്നെ ഈ കിഷ്കിണ്ട കാണണം അല്ലേ, അങ്ങനെയല്ലേ എന്റെ പേര്. ആ പടം ഇപ്പൊ 2ാം വാരമാണ് നമ്മൾ കേട്ടത്. സെക്കൻഡ് വീക്കാണ്. ഫസ്റ്റ് വീക്കിലെ ആ പടം കയറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളപ്പോ ARM മറ്റേ കൊണ്ടേൻ ഇതാണ് ഫസ്റ്റ് കയറിയത്. പക്ഷെ അതൊരു സൈഡിൽ കൂടെ പതിയെ വന്നങ്ങ് കയറിപ്പോയി. അതുപോലെ എത്രയോ സിനിമകൾ വന്ന് നമ്മൾ വിചാരിക്കാത്ത സിനിമ. അപ്പൊ എങ്ങനെ പ്രേക്ഷകരെ നമ്മൾക്ക് ഏത് വിധിയിലൂടെ കാണാൻ പറ്റും? പക്ഷെ ചെറിയ സിനിമകൾക്ക് തിയേറ്ററുകൾ പൊതുവെ അവസരം കൊടുക്കുന്നില്ല, ഒഴിവാക്കുന്നൊക്കെ ഒരു ആക്ഷേപം. അവസരം കൊടുക്കാണ്ടിരിക്കുന്നതല്ല, അതായത് ഒരു മിനിമം ഈ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു ദിവസം 15-20 പേരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റും? 15 പേര് 20 പേര് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇവര് എന്താ വെച്ച് കഴിഞ്ഞാല് ഓൺലൈനിൽ ഒരു 10-15 പേരെ വെച്ചിട്ട് ഇവരങ്ങ് ടിക്കറ്റ് ബുക്ക് ചെയ്യും കമ്പനി തന്നെ. അപ്പൊ ഓഡിയൻസേ ഉണ്ടാവത്തില്ല. 15 പേര് അങ്ങനെ കിടക്കും, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത ഷോ ചിലപ്പോൾ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ 10 പേര് തന്നെ ആയിരിക്കും. സ്ഥിരം ഇങ്ങനെ തന്നെ ആവുമ്പോൾ നമ്മൾ ഇത്രയും ഇന്നത്തെ തിയേറ്ററുകളെല്ലാം ഇപ്പോൾ 4K ആണ്, അറ്റ്മോസ് ആണ്, ഫുൾ AC തിയേറ്ററുകളാണ്. പണ്ടത്തെ പോലെ നമുക്ക് 10 പേര് ഇരിക്കുന്നിടത്ത് അവിടെ മാത്രം ഫാൻ ഇടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിന്റെ ഒരു വലിയ തിയേറ്റർ നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാര്യം നമുക്ക് സ്റ്റാഫുകളെ കുറയ്ക്കാൻ പറ്റുമോ? ക്ലീനിങ് സ്റ്റാഫുകളെ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. പടം കളിക്കാൻ 15 പേരെങ്കിലും അവിടെ മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അത്രയും സ്റ്റാഫുകളെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ചില സിനിമകൾ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാണ്ട് ഒരു ദിവസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്യും, സാറ്റർഡേ അഭിപ്രായം അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ആഴ്ച പോലും. അങ്ങനെ ചില ചെറിയ സിനിമകൾക്ക് നമ്മള് എല്ലാരും തന്നെ ഒട്ടും കളക്ഷൻ എടുക്കാത്ത സിനിമ ഒന്നും വെക്കാറില്ല. അത് തിയേറ്ററുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സിനിമകൾ ഇപ്പൊ വരുന്നുണ്ട് മുമ്പത്തെക്കാളും. അതെ, അത് എത്രത്തോളം തിയേറ്ററെ സംബന്ധിച്ച് സാമ്പത്തികം മെച്ചപ്പെടുന്നുണ്ട്? ഇന്നത്തെ സിനിമയെ സംബന്ധിച്ച് തിയേറ്റർ മാത്രമല്ലല്ലോ, ഒരു സിനിമയെ സംബന്ധിച്ച് അത് തിയേറ്ററുകാർക്ക് മാത്രമായിട്ടൊരു കളക്ഷൻ ഇല്ലല്ലോ. അതെല്ലാ തരത്തിലുള്ള ഇപ്പൊ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും എല്ലാം കൂടെ കളക്ഷൻ എടുത്താൽ മാത്രമേ. അപ്പൊ നമ്മ തിയേറ്ററിനെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞില്ല, ആ സിനിമയെ തന്നെയാണ്. അതിലൊരു ഭാഗമാണ് തിയേറ്റർ ആണെങ്കിലും ബാക്കിയെല്ലാം ആണെങ്കിലും. അങ്ങനെ എന്നാ നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക നഷ്ടമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതേ. അത് ബാലൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സാമ്പത്തിക നഷ്ടം ഉണ്ടായ 2 ആഴ്ച ചിലപ്പോൾ നമുക്ക് ആളില്ലാണ്ട് പോയാൽ, ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ കിഷ്കിണ്ട പോലത്തെ സിനിമ വന്നു, അല്ലെങ്കിൽ ഒരു വർഷം തിയേറ്ററുകളിൽ എങ്ങനെയാണെങ്കിലും ഒരു മാസത്തിന്റെ ഇടയിൽ ഒരു സിനിമ മാക്സിമം തിയേറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 വർഷമായിട്ട് ഇപ്പൊ നമ്മുടെ മലയാള സിനിമയെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ 2 ആഴ്ച ചിലപ്പോ ആള് കുറവ് ഉണ്ടാവാം, പക്ഷെ ഈ വലിയ പടങ്ങൾ വന്ന് കളക്ഷൻ അത് മറികടന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്നേ തിയേറ്ററുകളിൽ നിന്ന് പോയാൽ. OTT പ്രശ്നങ്ങളൊന്നും തിയേറ്ററിനെ ബാധിക്കുന്നുണ്ടോ? OTTയുടെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ OTTയുടെ അങ്ങനെ ഒന്ന് വ്യാജപ്പതിപ്പുകളുടെ പ്രശ്നമുണ്ട്. വ്യാജപ്പതിപ്പ് ഞാൻ ചോദിക്കട്ടെ, ആരാ വ്യാജപ്പതിപ്പ്? ഇപ്പൊ ARM എന്ന് പറഞ്ഞ സിനിമ, അത് 3D മൂവിയാ. അത് തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സൗണ്ടിങ് ആണ്. എങ്ങനെ നമ്മള് ഈ ഒരു ഫോണിൽ കാണും? ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കും, ഒരു 2-3 ഫുൾ സിനിമകൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അങ്ങനെയുള്ള ARMന്റെ കളക്ഷൻ കുറയണ്ടേ? ഇപ്പോഴും ഇന്നും നമുക്ക് ഫുള്ളാ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതെല്ലാം ടൈം കഴിയില്ലേ? അതിന് വ്യാജപ്പതിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാര് ഒന്ന്
ചിന്തിക്കുക. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഇവരെയൊക്കെ കണ്ടെത്തി ഒരാളെ കണ്ടെത്തുമ്പോൾ 10 പേര് വേറെ ഉണ്ടാവും. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അത്തരം ഒരു ശ്രമം നടത്തുന്നത്, അതോ സ്വാഭാവികമായിട്ട് സാധാരണ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരായിരിക്കും? അതിന് ശരിക്കും പറഞ്ഞ സൈക്കോ ആണ് ചെയ്യുന്നത്. 100% ഒരു വ്യവസായത്തെ തകർക്കുക എന്നുള്ളത് ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ആണോ? എന്താ അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത്? എന്തെങ്കിലും ലാഭമുണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ട്? അവർക്ക് ഇത് കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ചാനൽ അങ്ങനെ എനിക്കറിയില്ല, ഇല്ല. അപ്പൊ അതൊരു സൈക്കോ ആണ്. ഒരാളെ തകർക്കുക എന്ന് പറയുന്നത് ലോകത്തെ തകർക്കുന്ന പോലെയാണ്. ഈ തീവ്രവാദി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇവരെയൊക്കെ തീവ്രവാദികളായിട്ട് കണ്ടെത്തി ഓൺ ദ സ്പോട്ടിൽ കണ്ട് ഇവരെയൊക്കെ ഫിനിഷ് ചെയ്ത് കളയണമെന്നാണ് എന്റെ അഭിപ്രായം. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തീവ്രവാദികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാര്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ വൈറസുകളാണ് ഇതുപോലുള്ള പരിപാടികൾ കാട്ടുന്നത്. കണ്ടെത്താൻ പറ്റില്ലല്ലോ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരുന്ന് ഇതിനേക്കാളും നല്ല ഇതുപോലത്തെ ആൾക്കാർ തന്നെയാണ് ലോകം നശിപ്പിക്കുന്നത്. അങ്ങനെ ഈ അടുത്ത ദിവസം പാടിയ നമ്മുടെ പുതിയ പാട്ടുണ്ടല്ലോ, പിന്നണി പാടിയത് സിനിമയിലെ വയനാടൻ കഥ എന്ന് പറയുന്ന സിനിമയുടെയാണ്. അതിന്റെ തന്നെ പാട്ടാണ് ഇപ്പൊ നമ്മള് ഇറങ്ങിയത് വയനാട് പോയിട്ട്. ഞാൻ കല്യാണത്തിന്റെ, എൻ്റെ മോളുടെ കല്യാണം ഓഗസ്റ്റ് 17 കല്യാണത്തിന്റെ അത്രയും തിരക്കിന്റെ ഇടയിൽ ഞാൻ അവരോടൊപ്പം 2 ദിവസം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് കാര്യം ഞാൻ ഈ വയനാടൻ കഥയുടെ ഷൂട്ടിന് ഞാൻ പോയപ്പോ ഇതിന്റെ തൊട്ടടുത്ത ഷൂട്ട് നടക്കുന്നത്. അവരുടെ റീൽ അവരെന്തായിരുന്നു എന്നുള്ളത് ഈ പലരും ഇപ്പോഴും കാണാണ്ട് മണ്ണിലടിയിൽ കിടക്കുന്നവരുടെയൊക്കെ എന്തായിരുന്നു. അത്രയും നന്മയുള്ള മനുഷ്യരാണ്. കാര്യം ഞാൻ ചെന്നിട്ട് ആ സിനിമയിൽ വേറെ അറിയപ്പെടുന്ന അങ്ങനെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എല്ലാം പുതിയ ആൾക്കാരാണ് അതിനകത്ത്. അമീർ ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ് അതിനകത്ത്, അയാള് നായകൻ, അയാൾ തന്നെയാണ് സംവിധാനം. പിന്നെ അവിടെ ഞാൻ ചെന്നിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൽ ഇങ്ങനെയൊക്കെ അത്രയും മാത്രം ഷൂട്ടിന് വന്നാൽ പോകത്തില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒന്നും ആയിട്ടില്ല എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്ന സമയം അപ്പോഴും ഇപ്പോഴും കേട്ടോ, ഇത്രയും സ്നേഹം, അങ്ങനെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് എല്ലായിടത്തും പോയി. അതുകൂടാണ്ട് നമ്മുടെ കുറെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് പേര് ആദ്യ ദിവസം മുതലുണ്ട്, അവരോടൊപ്പം ഒക്കെ പോയിട്ട് ഇനിയും പോകണം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു. ഇനിയും പോകണം. പ്രളയത്തിനും ചേട്ടൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു അല്ലേ? പ്രളയം ഇതുപോലെ അതൊക്കെ നമ്മള് വലിയ തിരിച്ചറിവാണ്. പ്രളയവും ഇതുപോലുള്ള ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഇപ്പോ സാമ്പത്തികപരമായിട്ടല്ലെങ്കിൽ പോയിട്ട് ശാരീരികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കലും നമ്മളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ പറയണ അല്ലേ. അതുകൊണ്ട് ഈ പാട്ട് ഇറക്കിയ കാര്യം, ഈ പാട്ട് ഇറക്കിയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പാട്ട് കൊണ്ട്, അതായത് ഒരു സംഗീതം കൊണ്ട് ഒരുപാട് പേരെ നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി അവരത്രയും വീക്കായിരുന്നു. ഞാൻ പോയി കണ്ട ആൾക്കാരൊക്കെ എല്ലാം സംസാരമില്ല, ഇത് തന്നെ ഭാവം, ഒരേ ഭാവം ഉള്ളു. സന്തോഷമില്ല, സങ്കടമില്ല, ഒരു വികാരമില്ല. എങ്ങനെ ഇരിക്കും? അതൊരു വലിയ മരവിപ്പെന്ന് പറയുന്ന, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആ മരവിപ്പാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാരും. വിട്ടുപോയില്ല. ഇനി എന്ത് കൊടുത്ത, വീട് കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് കാറ് കൊടുത്തു, എന്ത് കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ലൈഫ് പോയി, ഈ ജന്മം പോയി. അപ്പോ അതിനൊക്കെ കുറെ കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്ന, ഇപ്പൊ നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന മനുഷ്യർ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തികളും ഉണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ഫ്ലഡ് വരുമ്പോഴും ഇത് വരുമ്പോഴും ഒക്കെ കൂടുതൽ അടുക്കുക ദൈവത്തിനോട്, അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മളുടെ എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ അല്ല ദൈവത്തെ വിളിക്കേണ്ടത്. എന്റെ ഒരു വിശ്വാസം. ഞാൻ 100% ദൈവം ഉണ്ട് എന്നുള്ള. പള്ളി പോക്കൊണ്ട് കാര്യമില്ലല്ലോ. ഡെയിലി പള്ളി പോയി എല്ലാവരും പള്ളി പോകുന്നവരെല്ലാം അതല്ല. നമ്മള് ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യാതിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ ഒരവകാശം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എവിടെ അഹങ്കാരമുണ്ടായി അവിടെ അതപ്പതിക്കും. ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അഹങ്കരിക്കുന്നിടത്ത് അപ്പോൾ ഓൺ ദ സ്പോട്ട് എനിക്ക് പണി തരും. എല്ലാ തരത്തിലും അഹങ്കരിക്കാനുള്ള എല്ലാം ഉള്ള ഒരാളാണ് അല്ലേ? അതെ, തീർച്ചയായും. എങ്ങനെയാണ് ഈ അഹങ്കാരത്തിന്റെ നിയന്ത്രണം വന്നത്? ഏത് ഘട്ടത്തിലാണ് അഹങ്കരിക്കാൻ പാടില്ല എന്ന് തോന്നൽ എന്നാ ഉണ്ടായത്? അത് തിരിച്ചറിവ് തന്നെയാണ്. അനുഭവങ്ങളെല്ലാം ഉണ്ടായോ?
എന്തോരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുഭവത്തിലൂടെയാണല്ലോ ഏറ്റവും വലിയ പാഠം. അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ പക്ഷെ പണ്ട് ഞാൻ എൻ്റെ സിനിമ തിയേറ്ററിൽ വരുന്ന ആൾക്കാരെ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളന്ന് ക്യാബിൽ ഞാൻ പടമൊക്കെ ഓടിക്കും. അന്ന് നമ്മള് സ്പ്രോക്കറ്റാണ്, കാർബൺ ആണ്, രേഖ തിയേറ്ററിൽ. അതിന്റെ ഇത് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ എന്താണ് ഉള്ളിൽ നടക്കുന്നതെല്ലാം കാണാൻ പറ്റും. ഇപ്പൊ ഇല്ല. പണ്ട് ഒരുപാട് ഞരമ്പ് രോഗികൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് തിയേറ്ററിൽ കയറി അനാവശ്യമായിട്ട് സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ വിളിച്ചിറക്കി നല്ല ഇടി വെച്ചു കൊടുക്കും. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പലരും പറയും ബൈജുവിന്റെ തിയേറ്ററിൽ പോയിട്ട് ഒറ്റക്ക് പെണ്ണുങ്ങളെ അതങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ, പേരെങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ. ഉപദ്രവിച്ചു കഴിഞ്ഞാല് നമ്മുടെ അത് റൈറ്റ് അല്ലല്ലോ. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പോ അതൊക്കെ പോലും ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. നമ്മളെ അങ്ങനെ ഒരാളെ ഇടിക്കാനുള്ള അധികാരം ഇല്ല. അതൊക്കെ പിന്നീടുള്ള തിരിച്ചറിവാ. പക്ഷെ അക്കാലത്ത് സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ബൈജുവേട്ടന്റെ തിയേറ്ററിൽ പോകാമായിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെയാണ്. സിസ്റ്റം മാറി. എന്നാൽ പോലും ഇപ്പൊ ഫുൾ നമ്മളിപ്പോ എല്ലാ തിയേറ്ററുകളിലും ക്യാമറയും മറ്റും മറിച്ച് എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നല്ല അറിയാൻ പറ്റും. എന്നാൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ മനുഷ്യനല്ലാണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ഒരു ഭയങ്കര പ്രധാന ഘടകം. മനുഷ്യനല്ലാതാക്കുന്നത് മദ്യം തന്നെയാണ്. മദ്യപിക്കരുതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മദ്യപിക്കാറുണ്ട്. ഞാൻ മദ്യപിക്കില്ല എന്ന് ഞാൻ പറയാം. ഞാൻ അങ്ങനെ മദ്യപിക്കെന്ന് പറഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യുന്ന അല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കഴിപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളല്ലാണ്ട് മാറ്റുന്ന രീതിയിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കൊലപാതകം നടക്കുന്ന അങ്ങനെയല്ലേ, ആത്മഹത്യ നടക്കുന്ന അങ്ങനെയാണ്, ബലാത്സംഗം നടക്കുന്ന അങ്ങനെയാണ്, ആവശ്യമില്ലാത്ത ചിന്തകളോ അടിയിടിയൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്. അല്ലാത്തവരുണ്ട് കേട്ടോ. അല്ലാത്തവരെ ഞാൻ ഈ പറഞ്ഞ പോലെ സൈക്കോകളാണ്. മദ്യപിക്കത്തുമില്ല, സിഗരറ്റും വലിക്കത്തില്ല, ഒരു ഉപദ്രവവും ഇല്ല. പക്ഷെ ഭയങ്കര അണലീനെ പോലത്തെ ഡേഞ്ചർ പേഴ്സൺസും ഉണ്ട്. പക്ഷെ അവരെ നന്നാക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയാണെന്നറിയോ, ഞാൻ ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ക്ലബ് ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോഴും ഉണ്ട്. ഞാൻ അവരെ അധികം ഇങ്ങനെ നിർത്തിയിരിക്കുക, കാര്യം അനാവശ്യമായ കാര്യങ്ങളിലോട്ടൊക്കെ പോയി. അപ്പൊ ഞാൻ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടായെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്ത അന്ന് സീറും പിള്ളേര് കഞ്ചാവ്, ചെറിയ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടി എന്ന് പറഞ്ഞാൽ നിസ്സാര അട്ടിയല്ല അവന്മാര്. അപ്പൊ ഞാൻ പല ക്ലബ്ബുകളുണ്ട്, ചെറിയ ക്ലബ്ബുകൾ. അന്ന് ഒരു 10 വർഷം മുമ്പ് അന്ന് ഇഷ്ടംമാരെ ക്ലബ്ബുകളാണ്. 15 പേര് വെച്ച് ഇടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നത്, 15 പേര്. അങ്ങനെ ഞാൻ ഇവന്മാരെല്ലാരും കൂടെ ഒരുമിച്ചാക്കിയാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ് ഞാൻ ഉണ്ടാക്കി ഇവന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം താഴെ സാധാരണ ഫാമിലി, ആരും ഇല്ലാത്ത ഫാമിലി. അപ്പൊ ഇവരെ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇവന്മാര് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റാണ്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഡൈഹാർഡായിട്ട് എനിക്ക് ഫാൻസ് ഇല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ ഇഷ്ടംമാരെ പിള്ളേരുണ്ടെന്ന് നോക്കാം. ഞാൻ പിള്ളേരെ അങ്ങനെ കൊണ്ടുനടക്കുന്നത് ഇപ്പോഴും അങ്ങനെ. അവരോടൊപ്പം കിടന്ന്, അവരോടൊപ്പം ഹോസ്പിറ്റലാണെങ്കിലും അവിടെ പോയി കിടന്ന് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി കൊണ്ടുവന്ന. അതിൽ നിന്ന് എനിക്ക് വലിയ തിരിച്ചറിവുണ്ടായെന്ന് പറഞ്ഞാൽ, സ്നേഹം കിട്ടാണ്ടാവുമ്പോഴാണ് ഏറ്റവും ഒരു ചെറുക്കൻ, ഒരു പയ്യൻ, ഒരു 15 വയസ്സിന് മേലോട്ട്, അല്ലെങ്കിൽ 15 വയസ്സ് കൂട്ടണ്ട, ചെറുപ്പം മുതലേ, 15 വയസ്സൊന്നുമില്ല, തുടക്കം മുതലേ, ചെറിയ കുട്ടി മുതലേ കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാണ്ട് വരുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തൽ, എന്ത് ചെയ്താൽ നീ നന്നാവില്ല, പഠിത്തത്തിൽ പ്രശ്നം, ജയിക്കില്ല, മറ്റാണ് മറിച്ച്, ഫുൾ ടൈം ഇത് തന്നെ. ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഒരു ക്രിമിനലിലോട്ടും അല്ലെങ്കിൽ ഇന്ന് ഈ മദ്യം മയക്കുമരുന്നിലേക്ക് പോകുന്ന മുഴുവൻ ആൾക്കാരും. അത് നമ്മൾ എവിടെ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ പിള്ളേർ തുടങ്ങണം. ഇന്ന് എന്തോരോ അവസരങ്ങളാ ചീത്താവാനായിട്ട്. എല്ലാം ഉണ്ട്, ഫോണുണ്ട്, എന്ത് വേണമെങ്കിലും ഫോണിലൂടെ കാണാൻ പറ്റും, എന്ത് കാര്യം ചെയ്യാൻ പറ്റും, എല്ലാ സാധനവും കൈ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ ഒരു പഠിച്ചു വന്ന സമയത്തിലല്ല, മാറിയിട്ടുണ്ട്. അതെ. പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഈ ഫോണിലൂടെ കാണുന്ന വളരെ എന്താ അങ്ങനെയല്ലേ പറയുന്നത്, വീഡിയോസ്, കുടുംബം തിരിച്ചറിയാൻ പാടില്ലാത്ത
രീതിയിലേക്കായിപ്പോ. ഇത് കണ്ട് 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 അഡിക്റ്റ് ആയിട്ടുള്ള എത്രയോ പേരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത് നെഗറ്റീവ് പവറാണ്. നെഗറ്റീവ് പവറിലൂടെയാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് സംസാരിക്കുന്ന മാത്രമല്ല, മാക്സിമം ഇവരുടെ കൂടെ ഇടപഴകുക. അത് അച്ഛൻ, ഞാൻ എവിടെ പോയാലും ഇപ്പൊ സംസാരിക്കാൻ പറയും, നമ്മള് നമ്മുടെ മക്കളെ അതേപോലെ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്താണ്ട് ചേർത്ത് പിടിക്കുക. ആർക്ക് സമയമില്ലല്ലോ, വീട്ടിൽ കയറി കഴിഞ്ഞാൽ 4 പേരും 4 ഫോണില്, കുടുംബ പ്രാർത്ഥന ഇല്ല, ഒരുമിച്ചിട്ടുള്ള ഭക്ഷണം ഇല്ല. ഓണത്തിന് പോലും ആരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം? മൊബൈൽ നോക്കാണ്ട് ഓണത്തിന് സദ്യ ഉണ്ട് എത്ര പേരുണ്ട്? ഉണ്ടാവില്ല. ഒരു കറി കഴിക്കുമ്പോഴും ഇത്, അല്ലെങ്കിൽ സെൽഫി.